ഹലോ ഡിയർ സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് സൂപ്പർ പൊസിഷൻ ഓഫ് ദ വേവ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സൂപ്പർ പൊസിഷൻ? സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേവ്സ് വരുമ്പോൾ അതിനെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇക്വേഷൻ y ഈക്വൽ ടു y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് എറ്റ്സെട്ര, എത്ര വേവ്സ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ മീനിങ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്, ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ദ മീഡിയം, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ പെർട്ടിക്കുലർ പോയിന്റിൻ്റെ മീഡിയം, ദ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ നമ്പർ ഓഫ് വേവ് ഈസ് ദ ഓൾജിബ്രൈക് സം ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. അതായത് y1 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഒരു വേവിൻ്റെ, y2 എന്ന് പറയുന്നത് അതർ വേവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, y3 മറ്റൊരു വേവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇങ്ങനെ എല്ലാ വേവുകളുടെയും ഡിസ്പ്ലേസ്മെന്റിനെ തമ്മിൽ ആഡ് ചെയ്യുക, ഇൻ ബിറ്റ്വീൻ അഡീഷൻ പ്രോസസ് നടത്തുക എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നുള്ളതിൻ്റെ മീനിങ്. y ഈക്വൽ ടു y1 പ്ലസ് y2 പ്ലസ് എറ്റ്സെട്ര, ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്പർ 2, relation between intensity of light. Relation between intensity of light and amplitude of a wave. ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷനെയാണ് റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി I പ്രൊപ്പോർഷണൽ ടു a സ്ക്വയർ. വാട്ട് ഈസ് ദ റിലേഷൻ? ഇൻറ്റൻസിറ്റി I പ്രൊപ്പോർഷണൽ ടു a സ്ക്വയർ. ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് കോൾഡ്, അതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻറ്റൻസിറ്റി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റും എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ദെൻ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ദ നെക്സ്റ്റ് വൺ ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. രണ്ട് വേവ്സുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് ഇഫക്റ്റും അതുപോലെ തന്നെ നെഗറ്റീവ് ഇഫക്റ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊഹറന്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു സോഴ്സിനെ കുറിച്ച് വേണം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ. എന്താണ് കൊഹറന്റ് സോഴ്സ്? രണ്ട് ഡിഫറെൻ്റ് ലൈറ്റ് സോഴ്സസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ തന്നെ പുറത്ത് വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ ഫേസ്, ഇങ്ങനെ വരുന്ന ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസും എല്ലാം കോൺസ്റ്റൻ്റ് ആയി മാറുന്ന അങ്ങനെ വരുന്ന ലൈറ്റ് സോഴ്സിനെയാണ് നമ്മൾ കൊഹറന്റ് സോഴ്സസ് എന്ന് വിളിക്കുന്നത്. രണ്ട് ഡിഫറെൻ്റ് ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഒന്നിൽ നിന്ന് വരുന്നു വേവ് പുറത്ത് വരുന്നു, അടുത്തിൽ നിന്നും ലൈറ്റ് വേവ് പുറത്ത് വരുന്നു. അതിൻ്റെ രണ്ടും ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ രണ്ടിൻ്റെയും ഫ്രീക്വൻസി, അതിൻ്റെ രണ്ടിൻ്റെയും കോൺസ്റ്റൻ്റ് വേവ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ഫേസ് ഡിഫറൻസ്, ഇങ്ങനെ വരുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സോഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്ട്രക്റ്റീവ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണെങ്കിൽ കൺസ്ട്രക്റ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ്. ഇങ്ങനെ ലൈറ്റ്സ് വരുന്ന, അതിന് സെയിം ആംപ്ലിറ്റ്യൂഡും സെയിം ഫ്രീക്വൻസിയും സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസും ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കൊഹറന്റ് സോഴ്സസ് എന്ന് വിളിക്കുന്നു. ഇനി ഈ കൊഹറന്റ് സോഴ്സിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ്, അതിന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സംഭവിക്കാം, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും നടക്കാം. അപ്പോൾ ഈ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് കൊഹറന്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വരുന്ന സമയത്ത് അത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ അത് ഒരു പോസിറ്റീവ് വേവ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്താണ് കൺസ്ട്രക്റ്റീവ്? വെൻ ക്രെസ്റ്റ് ഓഫ് ടു വേവ്, അതുപോലെ തന്നെ ട്രഫ് ഓഫ് ടു വേവ്സ്, രണ്ടും അത് മീറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് ബിക്കംസ് മാക്സ്, അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വേവ് അത് മാക്സിമം ആവുന്നു.
ക്രസ്റ്റും തമ്മിൽ, അല്ലെങ്കിൽ ട്രഫും തമ്മിൽ, അങ്ങനെ ആ വേവുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നു. ആ ഒരു ടേമിനെ നമുക്ക് I പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്നും ദറ്റ് ഈസ് ദ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും വിളിക്കാം. ഓക്കെ, ദറ്റ് ഈസ് Imax ഈക്വൽ ടു A1 പ്ലസ് A2 ദ ഹോൾ സ്ക്വയർ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ആഫ്റ്റർ ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ ക്രസ്റ്റ് ഓഫ് വൺ വേവ് മീറ്റ് ദ ട്രഫ് ഓഫ് അതർ. ഒന്നിൻ്റെ ക്രസ്റ്റ് മറ്റൊന്നിൻ്റെ ട്രഫ്, ഒന്നിൻ്റെ ട്രഫ് അതർ വണ്ണിൻ്റെ ക്രസ്റ്റ്, ഇങ്ങനെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റിലാണ് രണ്ട് വേവുകൾ തമ്മിൽ സൂപ്പർ പോസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും അവിടെയുണ്ടാകുന്ന ഐൻ്റെ ഇക്വേഷനെ A1 മൈനസ് A2 ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ A2 മൈനസ് A1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേമുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ദെൻ ഐ ആം മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു പാർട്ടാണ്. തിയറി ആസ് വെൽ ആസ് പ്രോബ്ലവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. YDSC എന്ന ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന യങ്സ് ഡബിൾ സ്ലിറ്റ് പറയുന്ന എക്സ്പെരിമെന്റ്. സോ യങ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞത്, അദ്ദേഹം രണ്ട് സ്ലിറ്റുകൾ കൺസിഡർ ചെയ്യുന്നു. ലൈറ്റ് ഒരു മോണോക്രോമാറ്റിക് സോഴ്സിൽ നിന്ന് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, രണ്ട് സ്ലിറ്റുകൾ ഉണ്ട് ഇവിടെ. അങ്ങനെ കൂടിച്ചേർന്ന് നമുക്ക് നമ്പർ ഓഫ് വേവ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഉണ്ട്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അർത്ഥം, ക്രോമ എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കളർ മാത്രമുള്ള ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരികയും ആ ലൈറ്റ് ഒരു സിംഗിൾ സ്ലിറ്റിലൂടെ പാസ് ചെയ്യുകയും ആഫ്റ്റർ ഒരു ഡബിൾ സ്ലിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സ്ലിറ്റുകളും അത് കൊഹറന്റ് സോഴ്സസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് സ്ലിറ്റ് കൺസിഡർ ചെയ്യാനുള്ള കാരണം തന്നെ എന്താണ്? നമുക്ക് എന്ത് വേണം? കൊഹറന്റ് സോഴ്സ് വേണം. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് വേറൊരു സോഴ്സിനൊന്നും കൊണ്ടുവരുന്നില്ല. ആ S1 S2 എന്ന് പറയുന്ന ആ സ്ലിറ്റുകളാണ് നമ്മുടെ കൊഹറന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഫൈനലി നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ ഇവിടെ സ്ക്രീനിൽ കിട്ടും. അതാണ് YDSC അല്ലെങ്കിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ സ്മോൾ d എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ D കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ലൈറ്റ് സോഴ്സ് പോകുന്നുണ്ട്, അത് സ്ക്രീനിൽ വരുന്നു P എന്ന് പറയുന്ന പോയിന്റിലേക്ക്, അല്ലെ, S2വിൽ നിന്ന് Pയിലേക്ക്, അതുപോലെ S1ൽ നിന്ന് Pയിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ട്. ദെൻ ഇവിടെ സ്ക്രീനിൽ നമുക്ക് നമ്പർ ഓഫ് വേവ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണുകയും ചെയ്യാം. ആക്ച്വലി എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ, സോ പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് കൊഹറന്റ് സോഴ്സസ്. Young derived two sources S1 and S2 from a source of monochromatic light S. അപ്പോൾ ലൈറ്റ് ഫ്രം S1 and S2 സൂപ്പറിമ്പോസ്. S1ൽ നിന്നും S2വിൽ നിന്നും ലൈറ്റ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും കിട്ടുന്നു. ദാറ്റ് ഈസ് അവർ കോൺസെപ്റ്റ് ആക്ച്വലി. സോ ഡിഫറെന്റ് കളർ ബാൻഡ് കിട്ടും, ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകും, ഡാർക്ക് ബാൻഡ് ഉണ്ടാകും. സോ ആ ഒരു കോൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ് ഇവിടെ വരച്ചത്, ഈ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിന്റെ പ്രൂഫിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കടക്കുന്നില്ല. സോ ഫൈനലി അതിന്റെ ഇക്വേഷൻ xn+1 ഈക്വൽ ടു n+1 ഇൻറ്റു ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ സ്മോൾ d എന്നുള്ളതാണ് അതിന്റെ ബേസിക് ഇക്വേഷൻ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ആണ്. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ സ്ലിറ്റുകളും സ്ക്രീനും തമ്മിലുള്ള അകലമാണ്. സ്മോൾ d എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ലിറ്റ്സ്. സോർത്ത് വയ്ക്കുക, YDSCയിൽ ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ സോഴ്സ് ഒന്നും കൊഹറൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നില്ല.
കൊഹറൻറ്റ് സോഴ്സിന് വേണ്ടിയിട്ട് 2 സ്ലിറ്റുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. ആഫ്റ്റർ ഫൈനലി ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാണ്. സി ബാൻഡ് വിഡ്ത്ത്. സോ നമുക്കറിയാം ഡിഫറെൻ്റ് ബാൻഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ് ബാൻഡുകൾ ഉണ്ടാകും, ഡാർക്ക് ബാൻഡുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ബാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ബാൻഡ് വിഡ്ത്ത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. സോ എങ്ങനെ അതിൻ്റെ ഇക്വേഷൻസ് എടുക്കാം? ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, നേരത്തെ ഇക്വേഷൻ എന്താണ് എഴുതുന്നത്? n ലാംഡ ഡിവൈഡഡ് ബൈ d എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. സോ ദ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? nth ബാൻഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി n ലാംഡ d ബൈ d. അങ്ങനെയെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് കിടക്കുന്നത് എന്തായിരിക്കും? n-1 ആയിരിക്കും അല്ലേ? അപ്പോൾ n-1 ആണെങ്കിൽ ഇറ്റ് വിൽ ബി n+1 ഇൻറ്റു ലാംഡ ഡി ബൈ ഡി മൈനസ് n ലാംഡ ഡി ബൈ ഡി. ഞാൻ n+1 നിന്ന് എടുക്കുന്നു കേട്ടോ. n+1 ലാംഡ ഡി ബൈ ഡി മൈനസ് n ലാംഡ ഡി ബൈ ഡി. അതായത് ഒന്ന് n ആണെങ്കിൽ അടുത്തത് അങ്ങോട്ട് പോയാൽ n+1, തൊട്ടതിൻ്റെ ബിഹൈൻഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി n-1 ആയിരിക്കും. സോ അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് n+1 വി ഹാവ്. ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ n+1 -1 ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് വരുന്നു. ബാക്കിയുള്ള ടേംസ് ബ്രാക്കറ്റിൻ്റെ പുറത്താണ്, ഔട്ട്സൈഡ് ആണ്. സോ എന്നും നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം, അതായത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്ന ടേംസ് നോക്കൂ, ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്ന ടേമാണ് ബീറ്റ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. It is directly proportional to the distance between the slit and screen. It is inversely proportional to the small d or the distance between the slits. So, ഓർത്ത് വയ്ക്കുക, ബീറ്റ പ്രൊപ്പോർഷണൽ ടു 1/d എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ എല്ലാവരും ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഫ്രിഞ്ച് വിഡ്ത്ത്. സോ ഡെഫിനിഷൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ചസ്, ദാറ്റ് ഈസ് ദ ഫ്രിഞ്ച് വിഡ്ത്ത്. 2 ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 ഡാർക്ക് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ, വാട്ട് ഈസ് ദ കണ്ടീഷൻസ് ഫോർ ഗെറ്റിംഗ് സസ്റ്റെയിൻഡ് ഇന്റർഫെറൻസ് പാറ്റേൺ? 2 സോഴ്സുകൾ കൊഹറൻ്റ് ആയിരിക്കണം. ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നമ്പർ 2, കൊഹറൻ്റ് സോഴ്സസ് മസ്റ്റ് ബി നാരോ ആൻഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ S1 S2 വളരെ അടുത്തായിരുന്നു. സോ അത് വളരെ ക്ലോസ് ആയിരിക്കണം. ഓക്കെ. ദെൻ ദ തേർഡ് വൺ ഈസ് ദ സ്ക്രീൻ മസ്റ്റ് ബി അറ്റ് ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്. അതായത് സ്മോൾ ഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഡി എന്തായിരിക്കണം? വളരെ വാല്യൂ അതിൻ്റെ കൂടുതലായിരിക്കണം. ഈ 3 കോൺസെപ്റ്റുകളും ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇന്റർഫെറൻസ് പാറ്റേൺ സക്സസ് ആയിട്ടല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ട് കിട്ടുന്ന 3 ടേംസും ഓർത്ത് വെക്കുക. ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. പാത്ത് ഡിഫറൻസ് വേഴ്സസ് ഇൻറ്റൻസിറ്റി. ഒരു ഗ്രാഫ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ലുക്സ് ലൈക്ക് ദിസ്. സോ യു ക്യാൻ സി പാത്ത് ഡിഫറൻസ് ഹിയർ, ഇൻറ്റൻസിറ്റി ഹിയർ. സോ ഒരു വേവ് ഇങ്ങനെ അല്ലേ, മാക്സിമം വാല്യൂ ദെൻ മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ ദെൻ മിനിമം വാല്യൂ, ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓൾസോ. യു ക്യാൻ സി ദ ഗ്രാഫ് ഹിയർ. സോ ഗ്രാഫിൻ്റെ വാല്യൂസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് ലേൺ ആൻഡ് just try to understand. We have one graph like this in the case of YDSC or interference. Got it? Okay. I am moving to the next one. Colors of thin films. Okay. So ഫിലിംസിനെ കുറിച്ചൊക്കെ നമ്മൾ +1 പഠിക്കുന്നതാണ് ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ. ദിസ് ഈസ് എന്തുകൊണ്ടാണ് തിൻ ഫിലിംസിൽ കളറുകൾ ഉണ്ടാവുന്നത്?
സോ തിൻ ഫിലിമിൽ കളർ ഉണ്ടാവുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ആണ്. സോ വാട്ട് ഈസ് ദ റീസൺ? ദ റീസൺ ഈസ് വൺ ആൻഡ് ഓൺലി ഇന്റർഫറൻസ്. സോ ഇന്റർഫറൻസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? രണ്ട് വേവുകൾ കമ്പൈൻ ചെയ്യുകയും അതിനനുസരിച്ച് കൺസ്ട്രക്റ്റീവോ ഡിസ്ട്രക്റ്റീവോ ആയ ഇന്റർഫറൻസ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. Am I correct? സോ അങ്ങനെയാണെങ്കിൽ ദ ലൈറ്റ് റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ ലോവർ ആൻഡ് ദ അപ്പർ. അപ്പൊ ലൈറ്റ് റേ ഉണ്ട്, അതിന് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. എവിടെയെല്ലാം? ലോവർ ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ ഫിലിം സൂപ്പർ imposes and interference pattern is formed. So light wave അല്ലെ, ലൈറ്റ് വേവ് ആക്ച്വലി ലൈറ്റ് റേ അത് ഫിലിമിന്റെ ലോവർ പാർട്ടിൽ നിന്നും അപ്പർ പാർട്ടിൽ നിന്നും അതിന് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാവുകയും ആഫ്റ്റർ ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഫെനോമെനൻ സംഭവിക്കുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ റീസൺ ഫോർ കളർ എവിടെ? തിൻ ഫിലിമിൽ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻസ് ആണ് എഴുതിയിട്ടുള്ളത്. എന്താണ് ഇക്വേഷൻ? 2nt cos r equal to, ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത് 2nt cos r equal to 2n plus 1 into lambda by 2. What is t here? T is the thickness. What is the t here? Thickness of the film. What is r? Angle of reflection. T is the thickness of the film. R is the angle of reflection. Then നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ആക്ച്വലി കാണാൻ കഴിയുന്നുണ്ട്. സോ ആ ഡിഫറെന്റ് കളേഴ്സ് കാണാൻ കഴിയുന്ന റീസൺ ആണ് പറയുന്നത്. നോക്കൂ, ഡിഫറെന്റ് കളേഴ്സ് സീൻ ബിക്കോസ് ദ തിക്നെസ് ഓഫ് ദ ഫിലിം ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വേരി. തിക്നെസ്സും ടിയും ആറും വേരി ചെയ്യുന്നത് കൊണ്ട് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. 2nt cos r equal to 2n plus 1 lambda by 2. Moreover, t is the thickness, r is the angle of reflection. Different colors കാണുന്നതിനുള്ള കാരണം തിക്നെസ്സും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഡിഫറെന്റ് ആകുന്നത് കൊണ്ടാണ്. Got it? സോ അതോടുകൂടി ആ ഒരു പാർട്ടും കഴിഞ്ഞു. എക്സാമ്പിൾ നമുക്ക് പറയാം അല്ലെ, സോപ്പ് ബബിള്, അതുപോലെ തന്നെ ഓയിൽ ഫിലിം ഓൺ വാട്ടർ. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോപ്പ് ബബിളും അതുപോലെ തന്നെ ഓയിൽ ഫിലിം എവിടെ? വാട്ടർ, വെള്ളത്തിൽ. ആ ഒരു പാട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഇന്റർഫറൻസ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് വേവ് ഒപ്റ്റിക്സിലെ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ബ്ലൈഡ്സുകൾ നമ്മളിങ്ങനെ എടുത്ത് ജസ്റ്റ് അടുത്ത് വെച്ച് കഴിഞ്ഞു. നമ്മൾ ലൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ കഴിയും, വാച്ച് ചെയ്യാൻ കഴിയും. സോ വാട്ട് ഈസ് ദ ഡിഫ്രാക്ഷൻ? ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ദ ലൈറ്റ് റേ. ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നു, ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി അതിന് ബെൻഡിങ് സംഭവിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ആക്ച്വലി ദ ഡിഫ്രാക്ഷൻ. ആഫ്റ്റർ നമുക്ക് ഡിഫറെന്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രാഫുകൾ കിട്ടുന്നു, ബാൻഡുകൾ കിട്ടുന്നു. സോ ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ദ ലൈറ്റ് അറ്റ് ദ ഷാർപ്പ് edges of the corners of the obstacle. Diffraction of light occurs when the size of the obstacle is comparable to the wavelength of the light. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈസ് ഓഫ് ദ obstacle should be comparable to the wavelength of the light. Got it? Diffraction definition. Then there is one figure also we have. So what is the figure actually? How we can explain this figure? See, ഒരു സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോൺവെക്സ് ലെൻസ് കൊടുത്തിട്ടുണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദർ ഈസ് സം സ്ലിറ്റ്സ് ഓൾസോ. ദെൻ L2 ഓൾസോ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ ബാൻഡുകൾ ഫോം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സോ എപ്പോഴും ഓർത്ത് വെക്കുക, ഈ ഒരു ബി എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് സ്ക്രീനിൽ പിയിൽ ലൈറ്റ് റേ എത്തുന്നുണ്ട്. മോറോവർ എയിൽ നിന്നും പിയിൽ എത്തുന്നുണ്ട്. രണ്ടും അറ്റ് എ ടൈം എത്തുമോ? ഇല്ല. ദർ ഇസ് എ പാത്ത് ഡിഫറൻസ്. ദർ ഷുഡ് ബി എ പാത്ത് ഡിഫറൻസ്. അതിൻ്റെ ഇടയിൽ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് കോൺസെപ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ അതാണ് എഴുതിയിട്ടുള്ളത്. ദ പാത്ത് ഡിഫറൻസ് സി പി മൈനസ് എ പി ഈക്വൽ ടു സി ഡി. സി പി മൈനസ്, ഇപ്പോൾ ഇവിടെ പോയിന്റുകൾ എടുത്താൽ ഇത് സി ഉണ്ട് അല്ലേ, ഇവിടെ ഒരു പി ഉണ്ട്, എ ഉണ്ട്, പി ഉണ്ട്. സോ ഈ സി പിയും എ പിയും തമ്മിലൊരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് പിയിലേക്ക് എത്തുന്ന ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് പിയിലേക്ക് എത്തുന്ന ഒരു ഡിസ്റ്റൻസ്.
ആ രണ്ട് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അല്ലാതെ ഞാൻ ഈ കാണിച്ച ക്രോസ് ഇട്ട പോയിന്റിൽ നിന്ന് രണ്ടും ഒരുമിച്ച് എവിടേക്ക് എത്തില്ല, പിയിലേക്ക് എത്തില്ല, അതിന് എത്താൻ കഴിയില്ല. ഒരു പാത്ത് ഡിഫറൻസ് അവിടെ എന്തായാലും ഉണ്ടാകും. ഓക്കെ, സോ ആ പാത്ത് ഡിഫറൻസിന്റെ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സി പി മൈനസ് എ പി അപ്രോക്സിമേറ്റ്, എക്സാക്റ്റ് അല്ല, നമുക്ക് സിമിലർ ആക്കിയിട്ട് സി ഡി എന്ന് എഴുതാം. ഇനി ഫ്രം ട്രയാങ്കിൾ എ സി ഡി, അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, എ ഉണ്ട്, സി ഉണ്ട്. ഇവിടെ ഞാൻ എടുക്കുന്നു എ സി ഡി എടുക്കുന്നു, അപ്രോക്സിമേറ്റ് തീറ്റ വെച്ച് അസ്യൂം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? സൈൻ തീറ്റ ഈക്വൽ ടു സി ഡി ബൈ എ എന്നെഴുതാം. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നെഴുതാം. ഓക്കെ, സം സൈഡ്. അതുപോലെ തന്നെ എ സൈൻ തീറ്റ ഈക്വൽ ടു സി ഡി എന്നെഴുതാം. ഇനി തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട്, കുറവായതുകൊണ്ട് തന്നെ സൈൻ തീറ്റ നമുക്ക് തീറ്റയോട് സിമിലർ ആണ് ഇക്വേറ്റ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. Therefore, path difference CD equal to A sin theta equal to A theta എന്നെടുക്കാൻ കഴിയും. സോ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ സി ഡി ബൈ എ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ എ സി ഡിയുടെ, അതായത് ഇവിടെ വരുന്ന ഈ ട്രയാങ്കിൾ എ സി ഡിയുടെ ഒരു സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ എന്ന് വിളിക്കുന്നത്. ഹൈപ്പോട്ന്യൂസ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എ എന്ന് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഈ സ്ലിറ്റിൽ നിന്ന് ഈ സ്ക്രീനിലേക്ക് ലൈറ്റ് സോഴ്സിന് അറ്റ് എ ടൈം എത്താൻ കഴിയില്ല, ഒരുമിച്ച് ഒരിക്കലും എത്താൻ കഴിയില്ല. ഒരു പാത്ത് ഡിഫറൻസ് അവിടെ കൺസിഡർ ചെയ്യണം. ഇനി അങ്ങനെ ആ പാത്ത് ഡിഫറൻസിനെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് സി ഡി ഈക്വൽ ടു, അതായത് ഈ സി ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് അത് പിയിൽ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഡി എന്ന് പറഞ്ഞാൽ അത് എ സൈൻ തീറ്റയോട് സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ എ തീറ്റയോട് സിമിലർ ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഡിഫ്രാക്ഷൻ്റെ അല്ലെങ്കിൽ ഡൈഫ്രാക്ഷൻ്റെ പ്രൂഫ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇതാണ് ഡിഫ്രാക്ഷൻ്റെ സ്ലിറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് അടുത്ത സ്ലൈഡിലേക്കാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്. സോ വാട്ട് ഈസ് സെൻട്രൽ മാക്സിമം? സെൻട്രൽ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേസ്. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ആ രണ്ട് പോയിന്റിൽ നിന്ന്, അതായത് ആ എ ബി അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേസ് കമ്മിങ് ഫ്രം എ ബി ആൻഡ് ബി സി ഇസ് 0. ഹെൻസ് constructive interference takes place. This point is called central maximum or principal maximum. അതായത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഫിഗർ ഒന്നുകൂടി ഞാൻ റീക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ ഈ രണ്ട് പോയിന്റിൽ നിന്നും അറ്റ് എ ടൈം ഇത് ഇവിടേക്ക് എത്തുന്ന ആ ഒരു പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഒന്ന് മറ്റൊന്നിൽ നിന്ന്, അതായത് ഒരു വാല്യൂവിൽ നിന്ന് മറ്റൊരു വാല്യൂ അത് സബ്ട്രാക്ട് ചെയ്താൽ അതിൻ്റെ ആ ഒരു പാത്ത് ഡിഫറൻസ് 0 ആയിട്ട് മാറും. സോ അതാണ് പറയുന്നത്, ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേസ് കമ്മിങ് ഫ്രം എ ബി ആൻഡ് ബി സി ഈസ് 0. ദ കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് അവിടെ സംഭവിക്കുന്നു. ദിസ് പോയിന്റ് ഈസ് കോൾഡ് സെൻട്രൽ മാക്സിമം ഓർ പ്രിൻസിപ്പൽ മാക്സിമം എന്ന് പറയും. അതായത് ഒന്നുകൂടി ഗ്രാഫ് ഞാൻ വരക്കുകയാണെങ്കിൽ, ഫിഗർ വരക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ കോൺസെപ്റ്റ് വരാൻ നോക്ക്. ഇതാ, അപ്പൊ ഇതുപോലെ ഞാനൊരു ഫിഗർ വരച്ചു. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഇപ്പൊ ഇത് എ ആണെങ്കിൽ ഇവിടെ നിന്ന് ലൈറ്റ് റേ എത്തുന്നു, ഇവിടെ നിന്നും ലൈറ്റ് റേ എത്തുന്നു. സോ രണ്ട് പോയിന്റിൽ നിന്നും പിയിലേക്ക്, സ്ക്രീനിലേക്ക് ലൈറ്റ് റേ എടുക്കുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് സ്ക്രീനിലെത്താൻ. സോ അതൊരു സെൻട്രൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ മാക്സിമം എന്ന് വിളിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ദ സെൻട്രൽ മാക്സിമം. അങ്ങനെയാണെങ്കിൽ ദ നെക്സ്റ്റ് വൺ, അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് പോസിബിലിറ്റി ഓഫ് സെൻട്രൽ മാക്സിമം ആണ്. അപ്പോൾ സെൻട്രൽ മാക്സിമത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ലാംഡ ഡിവൈഡഡ് ബൈ ഡി എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. എൻ എന്ന് പറയുമ്പോൾ 1, 2, 3 അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് എടുക്കാം. ഫസ്റ്റ് മിനിമം ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 ആക്കിയിട്ട് വേണം അസ്യൂം ചെയ്യാൻ. ദെൻ സെക്കൻഡ് മിനിമം ആണെങ്കിൽ n ഈക്വൽ ടു 2 ആൻഡ് സോ ഓൺ, അങ്ങനെ അത് വാല്യൂ കണ്ടിന്യൂ ചെയ്തു പോകും. ആഫ്റ്റർ ഹിയർ സെക്കൻഡറി മാക്സിമം ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 2n + 1 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ
2a ആണ് ഇക്വേഷൻ. അഗെയിൻ വീണ്ടും എന്നിൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് 1, 2, 3. സോ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, സെക്കൻഡറി മിനിമ അതുപോലെ തന്നെ സെക്കൻഡറി മാക്സിമ. സെക്കൻഡറി മിനിമ ആണെങ്കിൽ n λ/d എന്നും അതുപോലെ തന്നെ സെക്കൻഡറി മാക്സിമം ആണെങ്കിൽ 2n+1 × λ / 2a എന്നും. സോ ഈ രണ്ട് ഇക്വേഷൻസും ഡിഫ്രാക്ഷൻ്റെ കേസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയും അതായത് ഡിഫ്രാക്ഷനും അതുപോലെ തന്നെ ഇൻ്റർഫറൻസും അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ്റെ ഒരു ചെറിയ ഫിഗറും അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഇക്വേഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവർക്കും ക്ലാസ് ഇഫക്റ്റീവായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു.